യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. മറന്നു പോകരുത്, നമ്മളുടെ പ്രധാനപ്പെട്ട ചിന്താ വിഷയം, മെയിൻ ഹെഡിങ് എന്ന് നമുക്ക് പറയാവുന്ന കാര്യം, ഈ ഭൂമിയിൽ ദൈവവചന പ്രകാരം, ദൈവഹിത പ്രകാരം നമുക്ക് എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് നമുക്കുള്ള ആത്മീയമായിട്ടുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ, നമുക്കുണ്ടാകുന്ന ഫൈറ്റിങ്, അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നു. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നതായ സ്ഥാനത്തു നിന്നും നമ്മെ മാറ്റിക്കളയുവാൻ പിശാച് അവന്റെ തന്ത്രങ്ങളുമായി, അവന്റെ പ്രവൃത്തികളുമായി നമുക്കെതിരെ കടന്നു വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആത്മീയമായ പോരാട്ടങ്ങൾ ഉള്ളത്. പലപ്പോഴും നമുക്ക് ഈ ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത് ഭൗതിക തലത്തിലായിരിക്കാം പലപ്പോഴും വെളിപ്പെടുന്നത്. അത് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയാറുണ്ട്. പല ആളുകളും ചോദിക്കുന്നതായ ചോദ്യമുണ്ട്, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ഞാൻ ഒരു ദൈവ പൈതലായി ജീവിക്കുമ്പോൾ, മുമ്പ് ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ആ ഒരു ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകുന്നതിലും അപ്പുറമായിട്ടുള്ള പ്രതികൂലങ്ങളാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട് ചില സുവിശേഷ പ്രസംഗകർ എന്നറിയപ്പെടുന്ന ആളുകൾ വാഗ്ദത്തങ്ങൾ നമ്മളോട് പറയാറുണ്ട്. നീ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വന്നാൽ നിന്റെ ജീവിതം വളരെ ശോഭനമായി തീരും, അനുഗ്രഹമായി തീരും, നിന്റെ വീടിന്റെ സ്ഥിതി മാറും, നിന്റെ വീടിന്റെ കളറ് മാറും, നിന്റെ വീടിന്റെ സ്ട്രക്ചർ മാറും, നിനക്ക് പുതിയ വാഹനം ലഭിക്കും, ഇതൊക്കെ പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇതൊന്നും ദൈവം നിങ്ങൾക്ക് നൽകില്ല എന്നുള്ളതല്ല. മറിച്ച് നമ്മളെല്ലാവരും നേരിടേണ്ടതായ ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് യുദ്ധമുണ്ട് എന്നുള്ളത്, നമുക്ക് പോരാട്ടം ഉണ്ട് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മളുടെ ഭൗതിക മേഖലയിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞ് എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം, അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെതായ അവസ്ഥകൾ, അതേപോലെ തന്നെ ഞങ്ങളുടെ വരുമാനം, ഞങ്ങളുടെ തൊഴിൽ സംബന്ധമായ മേഖലകളെല്ലാം ഞങ്ങൾ പ്രശ്നം നേരിടുന്നു. പല ആളുകളും ഇതിന്റെ ദുരുപയോഗം ചെയ്യാറുണ്ട്. അവർ പറയുന്നു, നിങ്ങൾ ഇന്ന സഭയിൽ പോയിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കുന്നത്, നിങ്ങൾ നിന്നിരുന്നതായ വിശ്വാസത്തിൽ നിങ്ങൾ മാറി ഈ ഒരു കൂട്ടായ്മയിലേക്ക്, ആ കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്കറിയാം, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവരായ കൂട്ടം, ദൈവവചനത്തെ അതേപോലെ ഫോളോ ചെയ്യുന്നവരായ കൂട്ടം, ആ കൂട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാലക്കേടുകളൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം നമ്മെ അനുഗ്രഹിക്കത്തില്ല എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവം നിങ്ങൾക്ക് നല്ല വീട് തരില്ലെന്നോ നിങ്ങൾക്ക് പുതിയ വാഹനം നൽകില്ലെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷെ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകണം. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക മണ്ഡലങ്ങളിൽ ചില സെറ്റ് ബാക്സ്, ചില തിരിച്ചടികൾ നമ്മൾ നേരിടുമ്പോൾ അവയെ ആത്മീയമായി കാണുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഭൗതികം മാത്രമല്ല, മറ്റുള്ളവർ നമ്മളോട് ഇടപെടുന്നതായ സ്വഭാവ രീതികളിലും വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഒരു യുദ്ധഭൂമിയിലാണ്. പക്ഷെ അവിടുത്തെ വലിയൊരു വാഗ്ദത്തം എന്ന് പറയുന്നത്, ഈ യുദ്ധം നമ്മളല്ല ചെയ്യുന്നത്, മറിച്ച് നമുക്ക് വേണ്ടി ദൈവം ചെയ്യാനിടയായി തീരും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ യുദ്ധം ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ നാം ആ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ജഡീകമായിട്ട് യുദ്ധം ചെയ്യുന്നു. അതായത് നമ്മളെ എതിർക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് പോയി നമ്മൾ രണ്ട് നല്ല വർത്തമാനങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. നല്ല വർത്തമാനം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, അത് ഒരു മോശം രീതിയിലുള്ള സംസാരത്തെക്കുറിച്ചാണ്. അതേപോലെ തന്നെ ഭൗതിക മേഖലയിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റ് പലതിലും പോയി ആശ്രയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഓരോ കാര്യങ്ങളിലും എന്താണ് എനിക്ക് ആത്മീയമായ പോരാട്ടത്തിൽ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു ആത്മീക വിവേകം നമുക്കുണ്ടായിരിക്കണം. ഈ ആത്മീയ വിവേകത്തിന് നമ്മെ സഹായിക്കുന്നതായ സന്ദേശമാണ് നമ്മളിവിടെ കേൾക്കുവാനിടയായിത്തീരുന്നത്. പല ആളുകളും എന്നോട് പറയാറുണ്ട്, ബ്രദറെ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിക്കുന്നത്? ഞാൻ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്ത ഒരു കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. എനിക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മീയ പോരാട്ടത്തിന്റെ വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്.
ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുന്നതായ വചനം അപ്രകാരമുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ആത്മീയ യാഥാർത്ഥ്യങ്ങൾ. അതിൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ഈ ജഡരക്തങ്ങളോടല്ല. പക്ഷെ പിശാച് എന്താ ചെയ്യുന്നത്? ജഡരക്തങ്ങളായ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായ ആളുകൾ നമുക്കെതിരായി സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, അവർ എന്റെ ശത്രുവാണ്. പക്ഷേ ദൈവവചനം എന്താ പറയുന്നത്? അവരുടെ പുറകിൽ വ്യാപരിക്കുന്നതായ അന്ധകാര ശക്തി പിശാചാണ് വാസ്തവത്തിൽ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. അതിനർത്ഥം നിന്റെ സഹോദരങ്ങളല്ല, നിന്റെ ജഡരക്തങ്ങളല്ല, അല്ലെങ്കിൽ നിന്റെ മുമ്പാകെ നിൽക്കുന്ന മനുഷ്യരല്ല നിന്റെ ശത്രുക്കൾ. നിന്റെ യഥാർത്ഥ ശത്രു പിശാചാണെന്ന് തിരിച്ചറിയണം. പക്ഷെ പിശാച് ഒരു ഗെയിം കളിക്കുകയാണ് ഇവിടെ. പിശാച് എന്താ ചെയ്യുന്നത്? നമ്മളോട് പറയുന്നു, നോക്ക്, ദണ്ട ആ വ്യക്തിയാണ് നിന്റെ ശത്രു. അതുകൊണ്ട് നിന്റെ ജീവകാലം മുഴുവനും ആ വ്യക്തിയോട് നീ കലിപ്പായിരിക്കണം, ആ വ്യക്തിയോട് നീ ശത്രുത പുലർത്തണം, ആ വ്യക്തിയോട് നീ ഒരിക്കലും ഇണങ്ങരുത്. വാസ്തവത്തിൽ അവിടെ പിശാച് ജയിക്കുക, നമ്മൾ ആ യുദ്ധത്തിൽ തോൽക്കുക ചെയ്യുന്നത്. പക്ഷെ എങ്ങനെ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ കഴിയും? നിങ്ങൾ പിശാചിനെ എതിർക്കുന്ന വഴി നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ കഴിയും. പിശാചിനെ എതിർക്കുവാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ, കർത്താവ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതുപോലെ നിന്റെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നുള്ളതാണ്. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നുള്ളതാണ്. അവരെ അനുഗ്രഹിക്കൂ എന്നുള്ളതാണ് ദൈവം നമ്മളോട് പറയുന്നതായ വിജയത്തിന്റെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇത് നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. ഈ വേദഭാഗത്ത് കാണുന്നത് നമ്മളുടെ ആത്മീയ യുദ്ധം എന്നുള്ള ആ യാഥാർത്ഥ്യത്തോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഹൗ ഷുഡ് ബി അവർ റെസ്പോൺസ്? നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? ഈ പ്രതികരണത്തിലാണ് പലരും പരാജയപ്പെട്ടു പോകുന്നത്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം നമ്മുടേതായിട്ടുള്ള ഒരു പ്രതികരണമല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് ദൈവവചനം നമ്മളോട് പറയുന്നതായ രീതിയിൽ നമ്മൾ പ്രതികരിച്ചാൽ ഈ ആത്മീയ പോരാട്ടത്തിൽ നമുക്ക് ജയം പ്രാപിപ്പാനും നമുക്ക് ഉറച്ചു നിൽപ്പാനും കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിൽക്കുക, ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നു എന്നുള്ളതിനാണ് ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ നിൽക്കുന്നതായ ചില സ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു, പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വീടോ നമ്മുടെ വാഹനങ്ങളോ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതായ സസ്യലതാദികളോ ഫലവൃക്ഷങ്ങളോ ഒന്നും അല്ല പിശാചിന്റെ ലക്ഷ്യം. പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്, പിശാചിന്റെ ലക്ഷ്യം എൻ്റെ മകനാണ്, പിശാചിന്റെ ലക്ഷ്യം എൻ്റെ മകളാണ്, അതേപോലെ പിശാചിന്റെ ലക്ഷ്യം എൻ്റെ വാഹനങ്ങളാണ്, എൻ്റെ വീടാണ്, എൻ്റെ സ്വത്തുക്കളാണ്, ഇതൊക്കെയാണ് പിശാചിന്റെ ലക്ഷ്യം. നോ, അതല്ല പിശാചിന്റെ ലക്ഷ്യം. പിശാചിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ നിർത്തിയ സ്ഥാനത്ത് നിന്നും നിന്നെ നീക്കിക്കളയുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. ദൈവം നമ്മെ നിർത്തിയ 8 സ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് വളരെ ചുരുക്കമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ ചില വേദഭാഗങ്ങളുടെ റെഫറൻസുകൾ പറയും. പക്ഷെ നിങ്ങൾ ആ റെഫറൻസുകളിൽ ഉള്ള വാക്യങ്ങൾ ദയവായി ബൈബിൾ തുറന്ന് വായിക്കുക. നമ്മുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് എല്ലാ വാക്യങ്ങളും പറയുവാനും സമയം കിട്ടുന്നില്ല. ഞാൻ നിങ്ങളോട് ദൈവവചനത്തിന്റെ ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന 8 വിധമായ സ്ഥാനങ്ങൾ. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം കൃപയിൽ നിലകൊള്ളുന്നു. ദൈവ കൃപയിലാണ് നിലകൊള്ളുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നാം സുവിശേഷത്തിൽ നിലകൊള്ളുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ധൈര്യത്തിലും ശക്തിയിലും നിലകൊള്ളുന്നു. ആ വാക്യം ചെറിയൊരു വാക്യമാണ്, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. അതായത് നാം ധൈര്യത്തിലും ശക്തിയിലും നിലകൊള്ളുന്നു. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 24-ാമത്തെ വാക്യം, നാം വിശ്വാസത്തിൽ നിലകൊള്ളുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇവിടെ നമ്മൾ നിലനിൽക്കുന്നത് ഏതിലാണെന്ന് പറയുന്നു? നമ്മൾ നിലനിൽക്കുന്നത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലാണ്. ദൈവം നമുക്ക് നൽകുന്നതായ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, നാം ക്രിസ്തീയ ഐക്യത്തിൽ
നിലകൊള്ളുന്നു. ആ ഫിലിപ്പി ലേഖനത്തിലെ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്നു എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. ഇവിടെ വായിക്കുന്നത് ഏകാത്മാവിൽ നിലനിന്ന് ക്രിസ്തീയ ഐക്യത്തോടെ ഒരേ മനസ്സോടെ നിലനിൽക്കുന്നതായ അവസ്ഥ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന് 1-ാം വാക്യം, നാം കർത്താവിൽ നിലകൊള്ളുന്നു. നാം നിൽക്കുന്നത് കർത്താവിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷം കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം, നാം ദൈവഹൃദയത്തിൽ പൂർണ്ണരായി നിൽക്കണമെന്ന് വായിക്കുന്നു. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശുദ്ധിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇങ്ങനെ 8 വിധമായ നമ്മൾ നിൽക്കുന്നതായ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നു. ഈ സ്ഥാനത്തുനിന്ന് നമ്മെ തള്ളിയിടുവാനാണ് പിശാച് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാനത്ത് നിന്ന് തള്ളിയിടുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭൗതിക മേഖലയിലായിരിക്കും പലപ്പോഴും അവൻ തൊടുന്നത്. യോബിനെ പിശാച് പ്രധാനമായും തൊട്ടത് അവന്റെ ഭൗതിക മേഖലയിലായിരുന്നു. അവന്റെ മക്കളെ നഷ്ടപ്പെട്ടു, അവന്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടു, അവന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ എന്നിട്ടും ആ വിശ്വാസത്തിന്റെ പോരാട്ടത്തിൽ, ആ ആത്മീക പോരാട്ടത്തിൽ യോബ് തകർന്നു വീണില്ല. അവസാനം അവന്റെ ശരീരത്തെ തൊട്ടു, പക്ഷെ അതിലും അവൻ തകർന്നു പോയില്ല. വാസ്തവത്തിൽ പിശാചിന് മേൽ യോബ് ജയം പ്രാപിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ജയം പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നാം അതിനുവേണ്ടി ദൈവത്തിന്റെ ബലത്തിലും അതേപോലെ ദൈവം നമുക്ക് നൽകുന്നതായ സർവായുധ വർഗത്തിന്റെ ആ പരിരക്ഷണത്തിലും നമ്മൾ പൂർണ്ണമായും ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഓരോ സർവായുധ വർഗവും എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഈ ദിവസങ്ങളൊന്നും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല, മറിച്ച് നമ്മൾ ഈ ആത്മീയ പോരാട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായി ചിന്തിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ നിലനിർത്തിയിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വളരെ മഹത്വമേറിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥാനം സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ടുള്ള ഒരു സമർപ്പണം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ ഇതുവരെയും സ്വീകരിക്കാത്തവരായ, യേശുക്രിസ്തു ഉള്ളിൽ വരാത്തതായ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് യേശുവുള്ള ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിലനിൽക്കണം, ഞങ്ങൾ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്നുള്ള ആ വലിയ വിളി, ആ വലിയൊരു ആഹ്വാനം, ആ വലിയൊരു ക്ഷണം ഇന്ന് ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്നതായ ആത്മീയ യുദ്ധങ്ങളുടെ നടുവിൽ അവർ ജയാളികളായി തീരുവാൻ ഈ വചനത്താൽ അവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ്